ഒന്നാമത്തെ അധ്യായത്തിനകത്ത് പ്രധാനമായിട്ടും പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയേറെ വിപ്ലവങ്ങളെക്കുറിച്ച് അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ പോലുള്ള ലോകത്തിന് തന്നെ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള പുതിയൊരു ലോകം, പുതിയ ക്രമം രൂപം കൊണ്ടുവന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ അധ്യായത്തിനകത്ത് വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി എന്ന അധ്യായത്തിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആദ്യം തന്നെ കുറേ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു ചിത്രത്തോടു കൂടിയാണ് പാഠത്തിൻ്റെ അധ്യായം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ചിത്രം വീക്ഷിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാഠത്തിനെ കുറിച്ചുള്ള കുറേ സംഭവ വികാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ചിത്രത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പാഠത്തിനകത്തോട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആമുഖം എന്ന രീതിയിൽ അവർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആഫ്രിക്ക 1914 എങ്ങനെയായിരുന്നു എന്ന്. അവരുടെ ബൗണ്ടറീസിന് എല്ലാത്തിനും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് ഒരു ലൈന് പിടിച്ച് വിഭജിച്ചെടുത്തതുപോലെയുള്ള ഒരു ക്രമത്തിലാണ് ഈ യൂറോപ്പിനെ എന്ത് ചെയ്തിട്ടുള്ളത്, വീതിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മുടെ ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. വൈ ഡു ദ ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ ദ സ്ട്രെയിറ്റ് ബൗണ്ടറീസ്? വൈ ഡു ദ ആഫ്രിക്കൻ കൺട്രീസ് ഷെയർ ദ സ്ട്രെയിറ്റ് ബൗണ്ടറീസ്? The Europeans who reached Africa in search of natural resources partitioned the continent at the beginning of the 20th century. അപ്പം ആ യൂറോപ്യന്മാരെ ആഫ്രിക്കയിലോട്ട് റീച്ച് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? നാച്ചുറൽ റിസോഴ്സസ് അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി യൂറോപ്യന്മാർ ഇന്ത്യയിൽ വന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനു മുന്നേ എവിടെ പോയി, ആഫ്രിക്കയിലോട്ട് കടന്നു ചെല്ലുകയാണ്. അവിടെ പോയി 20ാം നൂറ്റാണ്ടിനകത്ത് അവരെന്ത് ചെയ്യാണ്, ആ സാമ്രാജ്യത്തെ യൂറോപ്യന്മാരെല്ലാവരും വിഭജിച്ചെടുക്കുകയാണ്. ഓൺ ദ ബേസിസ് ഓഫ് സം എഗ്രിമെന്റ്സ് എമംഗ് ദ യൂറോപ്യൻ കൺട്രീസിന്റെ ഇടയിലുള്ള സം എഗ്രിമെന്റിന്റെ ബേസിസ്, ചില എഗ്രിമെന്റുകൾ പ്രകാരം ദേ ഡിവൈഡഡ് ദ ആഫ്രിക്കൻ നേഷൻസ് amongst themselves by the just drawing a straight line on the map. അപ്പം ചില എഗ്രിമെന്റ്, കരാറുകളുടെ അടിസ്ഥാനമാക്കി യൂറോപ്യൻ കൺട്രീസ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ വിഭജിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മാപ്പിനകത്ത് കാണുന്നത് പോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇവരുടെ ബൗണ്ടറീസ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ്? ദ യൂറോപ്യൻസ് ഹു റീച്ച്ഡ് ആഫ്രിക്ക ഇൻ സെർച്ചിങ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പാർഷനേറ്റഡ് the continent at the beginning of 20th century. On the basis of some agreements among the European countries, they divided the African nations amongst themselves by the drawing of straight lines on the map. അപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണെന്ന് ഈ ആഫ്രിക്കൻ മാപ്പിൻ്റെ അകത്ത് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത നമുക്ക് പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറേ ഫാക്ടറികളുടെ പടങ്ങളാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഫാക്ടറിയല്ല അവിടെ കാണാൻ സാധിക്കുന്നത്, ഒരു കൂട്ടം, ഒന്നിലധികം, അല്ലെങ്കിൽ എത്രയാണ്, ഒരു 10, 20, 30, 40 ഫാക്ടറികൾ ഒരുമിച്ച് ഒരു സ്ഥലത്തുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, ഈ ചിത്രത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തൊരു ചിത്രം കൂടെ നമുക്ക് നോക്കാം. ഒരു വലിയൊരു ഫാക്ടറിയുടെ അകത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ്. കുറേയേറെ വലിയ മിഷനറീസും ഒരുപാട് വർക്കേഴ്സും ഒക്കെ ഉള്ള ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് ഒരു പുതിയ ആശയമാണ് ക്യാപിറ്റലിസം ആസ് ദ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണെന്ന്. നമ്മൾ ന്യൂ ടെക്നോളജീസും ന്യൂ മിഷനറീസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ തുടക്കം എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പം അങ്ങനെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവരെന്ത് ചെയ്തതാണ്, വ്യാവസായിക രംഗത്ത് വളരെയേറെ മേൽക്കോയ്മ നേടിയെടുത്ത പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തോന്ന് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ മാറ്റം കൊണ്ടുവന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ആസ് ദ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പ്രൊഡക്ഷൻ ഷിഫ്റ്റഡ് ടു ഫാക്ടറീസ്. അപ്പം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഉൽപാദനം എവിടേക്ക് മാറ്റി? ഫാക്ടറികളിലേക്ക് മാറ്റി. അതിന് മുന്നേ ഇപ്പോൾ എവിടെയായിരുന്നിരിക്കാം? നമ്മുടെ ചെറിയ ചെറിയ കുടിലുകളിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള
കുടിൽ വ്യവസായങ്ങൾ പോലെയൊക്കെ വീടിനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത്. പക്ഷേ ഇതിന്റെ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം ഫാക്ടറികളിലോട്ട് മാറ്റിയാണ്. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻസ് വാസ് ഇൻക്രീസ്ഡ്. ക്യാപിറ്റലിസ്റ്റ് മൂലധനം മുടക്കുന്ന മുതലാളിമാർ എന്തു ചെയ്തു? ഫാക്ടറീസിലോട്ട് കൂടുതലായിട്ട് എന്തു ചെയ്യാൻ തുടങ്ങി? പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. ഉൽപാദനം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ദിസ് ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്. അവർ ഈ ക്യാപിറ്റലിസ്റ്റുകൾ കൂടുതലായിട്ട് മുതലാളിത്തം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മൂലധന നിക്ഷേപം നടത്തുന്നതിനോടൊപ്പം തന്നെ അവരുടെ ലാഭത്തിന്റെ അളവ് എന്ത് ചെയ്തു? വർദ്ധിച്ചു വന്നു. ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് എയിം ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്കണോമിക് സിസ്റ്റം ഇതൊരു സാമ്പത്തിക ക്രമമാണ്. ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അവിടെ എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഉൽപാദനവും ഡിസ്ട്രിബ്യൂഷനും കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പം എക്കണോമിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ കൺട്രോൾഡ് ബൈ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് ദർ പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പോൾ ഇതൊരു എക്കണോമിക് സിസ്റ്റമാണ്, ഒരു സാമ്പത്തിക ക്രമമാണ്. ഇവിടെ എന്താണ്? മുതലാളി പണം മുടക്കുന്നു. മുതലാളി തന്നെ എന്തൊക്കെ നിയന്ത്രിക്കുകയാണ്? പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റൽസ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ്. അവർക്ക് വേറെ ഒരു ലക്ഷ്യവും ഇല്ല. ഇവർക്ക് എന്താണ്? ക്യാപിറ്റലിസം വഴി അവർക്ക് പ്രോഫിറ്റ് മാത്രം, പ്രോഫിറ്റ് മോട്ടീവായിട്ട് അവർ നിൽക്കുന്നതിനാണ് എന്നറിയപ്പെടുന്നത്. പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് എന്നറിയപ്പെടുന്നത് ക്യാപിറ്റലിസം എന്നറിയപ്പെടുന്നത്. അപ്പം അതെന്തിൻ്റെ ഫലമായിട്ടാണ് രൂപം കൊണ്ടുവന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായിട്ട് രൂപം കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസമാണ് എന്തോന്നറിയപ്പെടുന്നത്? ക്യാപിറ്റലിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ക്യാപിറ്റലിസം? എന്താണ് മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം? ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി പ്രൊഡക്ഷൻ ഷിഫ്റ്റഡ് ടു ഫാക്ടറീസ്. പ്രൊഡക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ട് മാറി? കുടിൽ വ്യവസായങ്ങളിൽ നിന്നും ഫാക്ടറിയിലോട്ട് മാറുകയാണ്. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഫാക്ടറീസ് ആൻഡ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ്. ക്യാപിറ്റലിസ്റ്റ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് നടത്തിയപ്പോൾ, അല്ലെങ്കിൽ മൂലധനം അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം കൂടുതലായിട്ട് പുതിയ പുതിയ ഫാക്ടറികൾ നിർമ്മിക്കാനായിട്ട് ഇറക്കിയപ്പോൾ ഉൽപാദനം എന്ത് ചെയ്തു? വളരെയേറെ വർദ്ധിച്ചു. ദിസ് ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്. ഈ ഉൽപാദനം വർദ്ധിച്ചതോടുകൂടി മുതലാളിമാർക്ക് എന്ത് ചെയ്തു? കൂടുതലായിട്ടുള്ള ലാഭം കിട്ടി. ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസിങ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പം ഈ എക്കണോമിക് സിസ്റ്റമാണ് എങ്ങനെ ഇവർക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടിയ ഈ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദനവും വിതരണവും ആര് നിയന്ത്രിക്കുന്ന? മുതലാളി നിയന്ത്രിക്കുന്ന. അവരുടെ മുതലാളിയുടെ ലക്ഷ്യം എന്നായിരിക്കും ലാഭം നേടിയെടുക്കുന്ന. ഇത് സിസ്റ്റത്തിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ക്യാപിറ്റലിസം എന്ന് അറിയപ്പെടുന്നത്. സംശയമൊന്നും കാണില്ല എന്ന് വിശ്വസിക്കുന്ന അടുത്തതിലോട്ട് നമുക്ക് പോവാം. അടുത്തുണ്ടായ ഒരു പുതിയൊരു സംഭവമാണ് കൊളോണിയലൈസേഷൻ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറോപ്പിന്റെ ഒരു കോളനി ആയിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഒരു കോളനി ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന്. അത് തന്നെയാണ് ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാലും. ദ അഡ്വെന്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എൻഹാൻസ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം അഡ്വെന്റ് ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് നമ്മൾ പഠിച്ചു. വ്യവസായ വിപ്ലവം വൻകിട ഫാക്ടറീസിനൊക്കെ എന്ത് ചെയ്തു? വലിയ വലിയ ഫാക്ടറീസിനൊക്കെ നമ്മൾ നേരത്തെ പടത്തിൽ കണ്ടതുപോലുള്ള വലിയ വലിയ ഫാക്ടറീസിനൊക്കെ എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ്. അതിന്റെ ഫലമായിട്ട് ക്യാപിറ്റൽ മുതലാളിമാർ എന്ത് ചെയ്തു? കൂടുതലായിട്ടുള്ള മൂലധന നിക്ഷേപം നടത്തി. മെനി ആക്ഷൻസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ നീഡഡ് ആൻഡ് മോർ ദാൻ ദേ കുഡ് ബി അക്കോമഡേറ്റ് ഇൻ ദർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പം അവരുടെ മാർക്കറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതിനേക്കാളും എന്തോന്ന് ചെയ്തു? ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ദീസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ് ടു ദം സെർച്ചിങ് മാർക്കറ്റ്സ്. അപ്പം ഇതെന്തിനോട്ട് കാരണമാവുകയാണ്? പുതിയ പുതിയ മാർക്കറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് മിച്ചം വരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചന്ത മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാണ്? യൂറോപ്പിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഒരു പുതിയ പ്രതിഭാസം ഉണ്ടാവുകയാണ്. അവർക്ക് ആവശ്യമുള്ളതിലധികം എന്ത് ചെയ്യാൻ തുടങ്ങിയാണ്? ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങിയാണ്. ദ സെർച്ചിങ് ഫോർ ദ മാർക്കറ്റ്സ് ബൈ ദ ഇൻഡസ്ട്രിയലിസ്റ്റ് കൺട്രീസ് ഇൻ
യൂറോപ്പ് ലീഡ് ടു കോമ്പറ്റീഷൻസ് എമംഗ് ദം. അപ്പം ഇങ്ങനെ പുതിയ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ എന്തുണ്ടാവുകയാണ്, മത്സരം രൂപം കൊണ്ടുവരികയാണ്. ദേ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് ലിങ്ക് ഇൻ ദ കോണ്ടിനെന്റ്സ് ഓഫ് ദ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. അതിന് അവർ പ്രധാനമായിട്ടും കണ്ടെത്തിയത് 3 പ്രധാനപ്പെട്ട വൻകരകളാണ്. ദേ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് ലിങ്ക് ഇൻ ദ കോണ്ടിനെന്റ്സ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. അപ്പം 3 വൻകരകളാണ് പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ചത്. ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. ഈ രാജ്യങ്ങളെ വെറുതെ അല്ല, അവർ വേറൊരു സംഭവം അവിടെ എന്ത് ചെയ്തു, ഒരു രാജ്യത്തിനെ വെറുതെ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചടക്കാൻ വേണ്ടി പറ്റില്ല. യൂസിങ് പൊളിറ്റിക്കൽ പവർ, മിലിറ്ററി ഫോഴ്സസ്, ദ യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻസ്. അപ്പം അവർ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടും സൈനികപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടും യൂറോപ്യന്മാർ ഈ രാജ്യങ്ങളെ എന്ത് ചെയ്തു, എക്സ്പ്ലോയിറ്റഡ്, ചൂഷണം ചെയ്തു. ലേറ്റർ ദീസ് കൺട്രീസ് ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അപ്പം പിന്നീട് എന്ത് ചെയ്തു, ഇങ്ങനെ ചൂഷണം ചെയ്ത് ഈ രാജ്യങ്ങളെല്ലാം ഇവരെന്തോന്ന് ചെയ്തു, ഇവരുടെ അധീനതയിലുള്ള കോളനി രാജ്യങ്ങളാക്കി മാറ്റി. ഈ പ്രോസസ്സിനെയാണ് എന്തോന്നറിയപ്പെടുന്നത്, കൊളോണിയലൈസേഷൻ എന്ന് പറയുന്നത്. കോളനി വൽക്കരണം എന്ന് പറയും. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കൊളോണിയലൈസേഷൻ. അപ്പോൾ നമുക്ക് കൊളോണിയലൈസേഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചെന്താണ് വ്യാവസായിക വിപ്ലവം. രണ്ടാമത് നമ്മൾ പഠിച്ചെന്താണ് മുതലാളിത്തത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. വ്യാവസായിക വിപ്ലവം വളരെയേറെ തോതിൽ എവിടെ, ഇംഗ്ലണ്ടിൽ ഉൽപാദന വർധനവിന് കാരണമായി. അങ്ങനെ അവർക്ക് ഇംഗ്ലണ്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും മിച്ചമായിട്ട് എന്ത് ചെയ്തു, ഉൽപാദനം സർപ്ലസ് ആയിട്ടുള്ള ഉൽപാദനം എന്തോന്ന് ചെയ്യാണ്, നടക്കുകയാണ്. അങ്ങനെയുള്ള സർപ്ലസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവരെന്തോന്ന് ചെയ്തു, പുതിയ പുതിയ മാർക്കറ്റുകൾ, വ്യാപാര വിപണന കേന്ദ്രങ്ങൾ കണ്ടെത്താനുള്ള സെർച്ചിങ്ങിന് കാരണമാക്കുകയാണ്. The search of markets by the industrial countries in the Europe lead to the competitions among them. അതെന്ത് ചെയ്യാണ്, ഇവർക്കിടയിൽ പുതിയ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനുള്ള എന്ത് ചെയ്യാണ്, കോമ്പറ്റീഷൻ, മത്സരത്തിന് കാരണമായി. ദേ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് ലിങ്ക് ഇൻ ദ കോണ്ടിനെന്റ്സ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. ഈ പുതിയ മാർക്കറ്റുകൾ ഇവർക്ക് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനായിട്ട് അവരെന്ത് ചെയ്യാണ്, പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്, ദി എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് ലിങ്ക്, വ്യാപാര ബന്ധങ്ങൾ എവിടെയൊക്കെ, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദ യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻസ്. അപ്പം എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, പൊളിറ്റിക്കൽ പവറും മിലിറ്ററി സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളെ എത്രത്തോളം എക്കണോമിക്കലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യാണ്. ലേറ്റർ ദീസ് കൺട്രീസ് ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. പിന്നീട് എന്നൊന്ന് മാറി, ഇങ്ങനെ എക്കണോമിക്കലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തത് മാത്രമല്ല, പിന്നീട് അവ എന്ത് ചെയ്തു, അവരുടെ കോളനി രാജ്യങ്ങളായിട്ട് മാറ്റുകയാണ്. ഈ പ്രോസസ്സിനെയാണ് എന്തോന്നറിയപ്പെടുന്നത്, കോളനിവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. ഈ പ്രോസസ്സിനെയാണ് എന്തോന്നറിയപ്പെടുന്നത്, കോളനിവൽക്കരണം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാസ്റ്റ് ഫോർ ദ കൊളോണിയലൈസേഷൻ. അപ്പം നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രീതിയിൽ നമുക്ക് നോക്കാം. ഹൗ ഡിഡ്, എങ്ങനെയാണ് വ്യാവസായിക വിപ്ലവം കൊളോണിയലൈസേഷനിലോട്ട് കാരണമായത്. ഹൗ ഡിഡ്, ഒന്നാമതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നമുക്കറിയാം വ്യാവസായിക വിപ്ലവം എവിടെ നടന്നു, നമ്മുടെ ഇംഗ്ലണ്ടിൽ നടക്കുകയാണ്. അവരെന്ത് ചെയ്തു, വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് കൂടുതൽ ഫാക്ടറീസ് നിർമ്മിക്കുകയാണ്. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്, മുതലാളിമാരെന്തോ ചെയ്തു, ഈ ഫാക്ടറികളിൽ കൂടുതലായിട്ട് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. അപ്പൊ ലാർജ് സ്കെയിൽ ഇൻക്രീസിങ് ഇൻ ദ പ്രൊഡക്ഷൻ്റെ അകത്ത് എന്തോ ചെയ്തു, ലാർജ് സ്കെയിലിലെ ഉൽപാദനം, ലാർജ് സ്കെയിൽ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഡൊമസ്റ്റിക് മാർക്കറ്റ് ഹാവ് കെയിം ടു ആൻ എൻഡ്. അവരുടെ പ്രാദേശിക മാർക്കറ്റുകൾ അല്ലെങ്കിൽ എന്താണ് യൂറോപ്പിനകത്തുള്ള മാർക്കറ്റുകൾക്ക് എല്ലാം എന്ത് ചെയ്തു, അടയ്ക്കപ്പെട്ടു. എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ഏഷ്യ. അപ്പം അവരുടെ അവസാനം കണ്ടപ്പോൾ, അതായത് അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് വന്നപ്പോൾ അവര് ട്രേഡ് എവിടേക്കൊക്കെ മാറ്റി, ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. യൂറോപ്യൻ കൺട്രീസ് പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ടു എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. അവരെന്ത് ചെയ്തു,
European countries used to political power and military forces to economic exploitation. This process is called colonialization. ഈ പ്രോസസ്സിനെയാണ് എന്തോന്നറിയപ്പെടുന്നത്? കൊളോണിയലൈസേഷൻ. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ആദ്യം ഒന്നാണ് ഇൻഡസ്ട്രിയൽ, വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അടുത്തൊന്നാണ് പുതിയ പുതിയ ഫാക്ടറികൾ നിർമ്മാണം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാക്ടറീസ്. അടുത്തൊന്നാണ് ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫാക്ടറീസ്, മുതലാളിമാർ എന്ത് ചെയ്യാണ്? ഫാക്ടറികളിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അടുത്തതാണ് അതിന്റെ ഫലമായിട്ട് ലാർജ് സ്കെയിൽ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഇവർ മുതലാളിമാര് മുതൽ മുടക്ക് നടത്തിയതിന്റെ ഫലമായിട്ട് അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു. ഡൊമസ്റ്റിക് മാർക്കറ്റ്സ് ഹാവ് കെയിം ടു ആൻ എൻഡ്. ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ത് ചെയ്തു? കെയിം ടു ആൻ എൻഡ്. എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, അതിന്റെ ഭാഗമായിട്ട് എന്തോന്ന് ചെയ്തു? ഇവിടെ എല്ലാം ഡൊമസ്റ്റിക് മാർക്കറ്റ് എല്ലാം ഫുള്ളായതിന്റെ ഭാഗമായിട്ട് എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, അവരുടെ ട്രേഡ് എന്തോന്ന് ചെയ്തു? വർദ്ധിപ്പിച്ചു. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. യൂറോപ്യൻ കൺട്രീസ് യൂസ്ഡ്, അതിന്റെ ഫലമായിട്ട് ഇവരുടെ ട്രേഡിന് വെറുതെ പോയപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. യൂറോപ്യൻ കൺട്രീസ് യൂസ്ഡ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ടു എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻസ്. ദിസ് പ്രോസസ്, ഈ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ നടന്ന പ്രോസസ്സിനെയാണ് എന്നറിയപ്പെടുന്നത് കൊളോണിയലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഇവരുടെ ഈ യൂറോപ്പിൽ മാത്രമല്ല പ്രൊഡക്ഷൻ നടന്നത്. അപ്പം അവർ പിന്നീട് എന്ത് ചെയ്യാണ്? യൂറോപ്യന്മാരിപ്പം കോളനിവൽക്കരണം നടത്തി. അപ്പം അവരുടെ കയ്യിൽ ധാരാളമായിട്ടുള്ള എന്തുണ്ട്? കോളനികൾ ഉണ്ട്. ഇവിടെ ഏഷ്യയിലായാലും അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും ഇപ്പം ആരെ കാണാൻ വേണ്ടി സാധിക്കും? യൂറോപ്പിന്റെ ധാരാളം കോളനികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫ്രഞ്ചിന്റെ ആയാലും ഡച്ചിന്റെ ആയാലും ബ്രിട്ടീഷുകാരുടെ ആയാലും ഒരുപാട് ധാരാളം കോളനികൾ എവിടെയുണ്ട്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ദ ട്രേഡ് യൂണിയൻസ് വെയർ ഫോംഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ക്യാപിറ്റൽ എക്സ്പ്ലോയിറ്റേഷൻസ്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ യൂറോപ്പും എന്ത് ചെയ്യാണ്? സമരങ്ങൾക്ക് വേദിയാകുകയാണ്. ദ ട്രേഡ് യൂണിയൻസ്, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എവിടെ രൂപം കൊണ്ടുവന്നു? പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, മുതലാളിമാരുടെ ചൂഷണത്തിനെതിരായിട്ട് യൂറോപ്പിൽ രൂപം കൊണ്ടുവരികയാണ്. കോൺസ്റ്റന്റ് അജിറ്റേഷൻസ് ട്രേഡ് യൂണിയൻസ് ആൻഡ് റിസൾട്ടഡ് ഇൻക്രീസിംഗ് ദെയർ വേജസ്, ഡിമിനിഷിംഗ് ദ പ്രോഫിറ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ട്രേഡ് യൂണിയൻ, വ്യാപാര സംഘടനകൾ നമുക്കറിയാം ഒരുപാട് പേര് എന്തെങ്കിലും ശമ്പളം കൂട്ടാനും അല്ലെങ്കിൽ ഭരണത്തിന് ഒരോട്ടൊക്കെ സമരം നടത്തുന്നത് പോലെ യൂറോപ്പിൽ എന്ത് ചെയ്തു? സമരങ്ങൾ നടന്നു. അതിന്റെ ഫലമായിട്ട് യൂറോപ്പിലുണ്ടായിരുന്നവരുടെ തൊഴിലിന്റെ വേജസ്, കൂലി എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. അതിന്റെ ഫലമായിട്ട് ആരുടെ പ്രോഫിറ്റ് നഷ്ടപ്പെട്ടു? ക്യാപിറ്റലിസ്റ്റിന്റെ പ്രോഫിറ്റ് നഷ്ടപ്പെടുകയാണ്. അവൈലബിലിറ്റി ഓഫ്, പിന്നീട് അടുത്തുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവർക്കുള്ള എന്ത് ചെയ്തു? പ്രോഫിറ്റ് ലോസ് ചെയ്യുകയാണ്. അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ ഇൻ ദ കോളനീസ്, കോളനി രാജ്യങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു? അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ, വളരെ കുറഞ്ഞ ചിലവിൽ എന്ത് കിട്ടും? ചീപ്പായിട്ട് തന്നെ ലേബേഴ്സിനെ കിട്ടും. അടുത്തതാണ് അവൈലബിലിറ്റി ഓഫ് റാ മെറ്റീരിയൽസ് ഇൻ ദ കോളനീസ്, കോളനി രാജ്യങ്ങളിനകത്ത് എന്തും കിട്ടും? അവൈലബിലിറ്റി ഓഫ് റാ മെറ്റീരിയൽസ്. അപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും എവിടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും? ഈ കോളനി രാജ്യങ്ങളിൽ നിന്ന് വളരെ എന്തോന്ന് ചെയ്യും? സുഗമമായിട്ട് കിട്ടും. ലോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ കോളനീസ്, കോളനീസ് ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിൽക്കാൻ വേണ്ടി എന്തുണ്ട്? അവർക്ക് വളരെ ലോ കോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. അപ്പൊ ഇത്രയും കാരണങ്ങളാണ് എന്തോന്ന് ചെയ്തത്? ക്യാപിറ്റലിസ്റ്റിനെ കുറച്ചുകൂടെ എന്ത് ചെയ്തത്? മോട്ടിവേറ്റ് ചെയ്തത്. എന്തിലേക്ക്? ഈ കോളനി രാജ്യങ്ങളിൽ കൂടുതലായിട്ട് മൂലധന നിക്ഷേപം നടത്താനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തത്. വാട്ട് ദ മോട്ടിവേറ്റഡ് ദ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ടു ഇൻവെസ്റ്റ് ദ കോളനീസ്, കോളനീസിനകത്തോട്ട് ഇവരെ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തത്. അടുത്തതിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ഇമ്പീരിയലിസം? അപ്പം നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൈൻഡിനകത്ത് റീവൈൻഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് എന്താണ്? ആഫ്രിക്കയെ കുറിച്ചാണ്. ആഫ്രിക്കയിലെ സ്ട്രെയിറ്റ് ലൈൻ ബൗണ്ടറീസ് ആവേണ്ടതിന്റെ കാരണത്തിനെ കുറിച്ച് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ്? യൂറോപ്പ്
യൂറോപ്പിലുണ്ടായ ചില പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് രൂപം കൊണ്ട്, അതായത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഫോം ചെയ്തു വന്ന ഇതിനെ കുറിച്ചാണ് ക്യാപിറ്റലിസത്തിനെ കുറിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്ന ഇതിനെ കുറിച്ച് നോക്കി. കൊളോണിയലൈസേഷൻ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും രാജ്യങ്ങളെയൊക്കെ അവർ കോളനികളാക്കി മാറ്റിയ പ്രോസസ്സിനെയാണെന്ന് അറിയപ്പെടുന്നത് കോളനി വൽക്കരണമെന്ന് നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ നോക്കിയത് ഈ കോളനി രാജ്യങ്ങളിൽ അവർ കൂടുതലായിട്ട് എന്തിനാണ് നിക്ഷേപം നടത്താൻ, മൂലധനത്തിന് എന്തോന്നാണ് നിക്ഷേപം നടത്താൻ വേണ്ടി അവരുള്ള കാരണങ്ങൾ നോക്കി. എന്തൊക്കെയാണ് അതൊന്നുകൂടെ നമുക്ക് നോക്കാം. ട്രേഡ് യൂണിയൻസ് വെയർ ഫോംഡ് ദ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻസ് ഇൻ യൂറോപ്പ്. യൂറോപ്പില് മുതലാളിമാരുടെ ചൂഷണത്തിന് എതിരായിട്ട് എന്ത് ചെയ്തു, രൂപം കൊണ്ടുവന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഫലമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, വേജ് കൂട്ടേണ്ടി വന്നു. അത് ആർക്ക് നഷ്ടമുണ്ടായി, ക്യാപിറ്റലിസ്റ്റിന് നഷ്ടമുണ്ടാവുകയാണ്. അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലേബർ ഇൻ ദ കോളനീസ്. അടുത്ത മൂന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് കുറഞ്ഞ കൂലിയിൽ തന്നെ ആരെ കിട്ടും, ലേബേഴ്സിനെ കിട്ടും. അവൈലബിലിറ്റി ഓഫ് റാ മെറ്റീരിയൽസ് ഇൻ ദ കോളനീസ്. കോളനീസിനകത്തുള്ള റാ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി. ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ കോളനീസ്. ലോ കോസ്റ്റിൽ തന്നെ എന്തോ ചെയ്യാൻ വേണ്ടി സാധിക്കും, മാനുഫാക്ചറിങ് നടത്താൻ സാധിക്കും, ഉൽപാദനം നടത്താൻ വേണ്ടി പറയും. അതേപോലെ തന്നെ വിപണനം നടത്താനും ആരെ കൊണ്ട് എവിടെ സാധിക്കുമായിരുന്നു, കോളനി രാജ്യങ്ങളിൽ സാധിക്കുമായിരുന്നു. ഇതൊക്കെ ഇത്രയും ഫാക്ടേഴ്സ് കൊണ്ടാണ് കോളനി രാജ്യങ്ങൾ കൂടുതലായിട്ട് മൂലധന നിക്ഷേപം ആര് നടത്താൻ കാരണമായത്, ബ്രിട്ടനെ പോലുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ നടത്താനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ. അടുത്തൊരു നമ്മൾ കൊളോണിയലൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസം പഠിച്ചതുപോലെ ഒരു പുതിയൊരു സംഭവത്തിനെ കുറിച്ചാണ്, അതായത് ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം. ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ദ ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റലിസ്റ്റ് ടു ദ കോളോണീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. അപ്പം ഇവർക്ക് പ്രധാനമായിട്ടും, അതായത് ക്യാപിറ്റലിസ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് വന്ന പ്രോസസ്സിനെയാണ്. അതായത് ഒരു രാജ്യത്തിന്റെ മേല് ഇപ്പം ഇന്ത്യക്ക് മേലായാലും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മേലായാലും ബ്രിട്ടന്റെ ആധിപത്യം നേടുകയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ ആധിപത്യം നേടി അവരുടെ സമ്പത്തിനെ കൊണ്ടുവന്ന പ്രോസസ്സിനെയാണ് എന്തോന്നറിയപ്പെടുന്നത്, ഇമ്പീരിയലിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പം ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. അപ്പം കോളനീസിന്റെ മേലെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു മൂലധനത്തിന്റെ സ്വരൂപണം നടത്തിയതിനെയാണ് എന്തോന്നറിയപ്പെടുന്നത്, ഇമ്പീരിയലിസം എന്നറിയപ്പെടുന്നത്. ദ ഇമ്പോസിംഗ് നാഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, കൾച്ചറൽ ഡോമിനൻസ് ഓൺ അനദർ നോഷൻ. അപ്പോൾ എന്തോന്നാണ് നമുക്ക് നോക്കാം. ഇമ്പോസിംഗ് എന്ന് ചുമത്തുകയാണ് എ നേഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ആൻഡ് അനദർ നേഷൻ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ എന്തൊക്കെ ചെയ്യുന്നതാണ്, ഇമ്പോസിംഗ് എ നേഷൻ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ആൻഡ് അനദർ നേഷൻ. കൊളോണിയലിസ്റ്റ് ഇമ്പോസ്ഡ് ദെയർ ഡോമിനൻസ് യൂസിംഗ് ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സസ് എക്സെട്ര. അപ്പം ഇങ്ങനെ ചിലപ്പം ചിലയിടത്തുനിന്ന് ചെയ്യാം ഭരണപരമായിട്ട് ഉപയോഗിക്കാം അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സസ്. അപ്പം ചിലയിടത്ത് നിന്ന് ചെയ്യേണ്ടി വരും ലീഗൽ സിസ്റ്റം തന്നെ യൂസ് ചെയ്യേണ്ടി വരും, നിയമവ്യവസ്ഥ തന്നെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു രാജ്യം, ഇപ്പോൾ യൂറോപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരു രാജ്യമായിരിക്കാം, അപ്പം മറ്റൊരു രാജ്യത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് എന്തോന്നറിയപ്പെടുന്നത്, ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പം ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ വേടി പറഞ്ഞ എന്താണ്, അതൊരു കടന്നുകയറ്റമാണ്. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള വേറൊരു രാജ്യത്തിന്റെ കടന്നുകയറ്റത്തിനെയാണ് എന്തോന്നറിയപ്പെടുന്നത്, ഇമ്പീരിയലിസം എന്നറിയപ്പെടുന്നത്. ഇമ്പോസിംഗ് എ നേഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓൺ അനദർ നേഷൻ ഈസ് കാൾഡ് ഇമ്പീരിയലിസം. ഹൗ ഡസ് ഇമ്പീരിയലിസം ഡിഫർ ഫ്രം ദ കൊളോണിയലൈസേഷൻ? നമ്മൾ ചിലപ്പം ഒരു ചോദ്യം ചോദിച്ചേക്കാം, ഹൗ ഡസ്, എങ്ങനെയാണ്
ഇമ്പീരിയലിസം സാമ്രാജ്യത്വം കോളനിവൽക്കരണവുമായി ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അപ്പം യൂസിങ് പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദ യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. അപ്പം ലാറ്റിൻ അമേരിക്കൻ നേഷൻസിനെയൊക്കെ എക്കണോമിക്കലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത പ്രോസസ്സിനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്നൊന്ന് പഠിച്ചു വെച്ചിരുന്നത് കോളനിവൽക്കരണം അഥവാ കൊളോണൈസേഷൻ എന്ന് പറയപ്പെടുന്നത്. ലേറ്റർ ദീസ് കൺട്രീസ് ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. ദിസ് പ്രോസസ് ഈസ് കാൾഡ് കൊളോണിയലൈസേഷൻ. അപ്പം ഈ പ്രോസസ്സിനെയാണ് എന്തോന്നറിയപ്പെടുന്നത് കൊളോണിയലൈസേഷൻ. യൂസിങ് പൊളിറ്റിക്കൽ പവേഴ്സ്, മിലിറ്ററി ഫോഴ്സസ്, ദ യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻസ്. ലേറ്റർ ദീസ് കൺട്രീസ് ബിക്കെയിം ദ colonies of the European countries. This process is called colonialization. But distinctive phase of the flow of financial capitals European countries is known as. പക്ഷേ ഈ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഫിനാൻസ് ഈ കോളനി രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലോട്ട് വന്ന പ്രോസസ്സിനെയാണ് എന്തോന്നറിയപ്പെടുന്നത് ഇമ്പീരിയലിസം എന്ന് അറിയപ്പെടുന്നത്. ബട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ യൂറോപ്പ് ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. അപ്പം കൊളോണിയലൈസേഷനും ഇമ്പീരിയലിസവും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അതായത് എന്താണ് ഫിനാൻഷ്യൽ ക്യാപിറ്റലിസം എങ്ങോട്ട് വന്നു യൂറോപ്പിലോട്ട് കൊണ്ടുവന്നു. ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള മൂലധനം യൂറോപ്പിലോട്ട് കൊണ്ടുവന്ന പ്രതിഭാസത്തിനെയാണ് എന്തോന്നറിയപ്പെടുന്നത് ഇമ്പീരിയലിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റഡ് ദ കോളനീസ്. അപ്പം ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്. കോളനി രാജ്യങ്ങളെ സാമ്രാജ്യത്വം എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത്? ട്രഡീഷണൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ് നോക്കിയോ, ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. അവിടെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന എക്കണോമിക് സിസ്റ്റം ഫുള്ളി എന്തോന്ന് ചെയ്തു ഡിസ്ട്രോയിഡായി, പൊട്ടിത്താമാവശേഷമായി. രണ്ടാമത്തെ പോയിന്റ് എന്തോന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വേർ റീപ്ലേസ്ഡ്. അവിടെ ഉണ്ടായിരുന്ന ഭരണപരമായിട്ടുള്ള സംഭവം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ എന്താണ് നിയമപരമായിട്ടുള്ള വ്യവസ്ഥയും റീപ്ലേസ് ചെയ്തു. കോളനി യൂറോപ്യന്മാർ വന്നിട്ട് എന്ത് ചെയ്തു അവിടെയുള്ള ഭരണക്രമം മൊത്തം മാറ്റി, നിയമവ്യവസ്ഥയും മാറ്റി. മൂന്നാമതായിട്ട് നോക്കി എന്താണ് പീപ്പിൾസ് ഇൻ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഡ്യൂ ടു ലീവ് ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. നമ്മൾ ഇന്ത്യയിൽ സംഭവിച്ച അതേ സംഭവമാണ്. പീപ്പിൾസ് അപ്പം കോളനി രാജ്യങ്ങളുടെ അകത്തുള്ള കർഷകരൊക്കെ എന്തിന് കാരണം എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വന്നു, അവരുണ്ടായിരുന്ന ഫുഡ് ക്രോപ്സ് മാറ്റിയിട്ട് അവർ വേറെ എന്ത് ചെയ്യേണ്ടി വന്നു, ക്യാഷ് ക്രോപ്സിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. പീപ്പിൾസ് ഇൻ ദ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ലീവ് ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. അടുത്ത് കോളനി രാജ്യങ്ങൾ അടുത്ത് നടന്ന ഒരു പ്രശ്നം നടന്നു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വെയർ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വളരെയേറെ വർദ്ധിച്ചു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വെയർ ഇൻക്രീസ്ഡ്. നാച്ചുറൽ റിസോഴ്സസ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. അടുത്തതെന്തോ ആണ് അവിടെ ഉണ്ടായിരുന്ന നാച്ചുറൽ പ്രകൃതി വിഭവങ്ങളെല്ലാം എന്തോന്ന് ചെയ്തു വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. അടുത്തതാണ് ഇൻഡിജീനിയസ് ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം വെയർ ഡിസ്ട്രോയിഡ്. അപ്പം അവിടെ ഇൻഡിജീനിയസ് അവരുടേതായിട്ടുണ്ടായിരുന്ന ആർട്ട്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം എന്ത് ചെയ്തു തകർന്നു പോവുകയാണ്. അപ്പം ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ നടന്നത്. ഇമ്പീരിയലിസം സാമ്രാജ്യത്തിൻ്റെ ഫലമായിട്ട് കോളനി രാജ്യങ്ങളുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ് വാസ് ഡിസ്ട്രോയിഡ്. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്തു ഡിസ്ട്രോയിഡായി, തകർന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വെയർ റീപ്ലേസ്ഡ്. അഡ്മിനിസ്ട്രേറ്റീവും ജുഡീഷ്യൽ സിസ്റ്റം എന്ത് ചെയ്തു റീപ്ലേസ് ആക്കി. പീപ്പിൾസ് ഇൻ ദ കോളനീസ് വെയർ ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻ ലീവ് ഓഫ് ട്രഡീഷണൽ ഫുഡ്
ഫുഡ് ക്രോപ്സ് ചേഞ്ച് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരുന്നു, ക്യാഷ് ക്രോപ്സിലോട്ട് മാറേണ്ടി വന്നു. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വെയർ ഇൻക്രീസ്ഡ്, ദാരിദ്ര്യവും തൊഴിലില്ലായ്മ എന്ത് ചെയ്തു, വർദ്ധിച്ചു. നാച്ചുറൽ റിസോഴ്സ് വെയർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്, പ്രകൃതി വിഭവങ്ങൾ എന്തോന്ന് ചെയ്തു, വളരെ വൈഡായിട്ട് എന്തോന്ന് ചെയ്തു, ചൂഷണം ചെയ്യപ്പെട്ടു. ഇൻഡിജീനിയസ് ആർട്ട്, അവരുടേതായിട്ടുള്ള കല, ലിറ്ററേച്ചർ, എഴുത്ത്, ലാംഗ്വേജ്, ഭാഷ, കൾച്ചർ, സംസ്കാരം, എഡ്യൂക്കേഷൻ എല്ലാം എന്ത് ചെയ്തു, വേർ ഡിസ്ട്രോയിഡ്, തകർന്നു പോവുകയാണ്. ഇത്രയും പ്രതിഭാസങ്ങളാണ് എന്ത് ചെയ്തത്, ഇമ്പീരിയലിസത്തിന്റെ ഫലമായിട്ട് കോളനി രാജ്യങ്ങളിൽ രൂപം കൊണ്ടുവന്നത്. അപ്പം ഇമ്പീരിയലിസം എങ്ങനെയാണ് ഈ കോളനി രാജ്യങ്ങളെ അഫക്റ്റ് ചെയ്തതെന്ന് നോക്കി എന്തെങ്കിലും നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് റീവെൻറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കി എന്താണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ നോക്കി. അടുത്ത് ക്യാപിറ്റലിസം നോക്കി, ഇമ്പീരിയലിസം നോക്കി. അത് കഴിഞ്ഞാൽ എന്ത് നോക്കി, വ്യാവസായിക വിപ്ലവം എങ്ങനെ ഇതിലോട്ട് കാരണമായി എന്ന് നമ്മളെന്താണ്, കോളനിവൽക്കരണം എങ്ങനെ ഇമ്പീരിയലിസ്റ്റ് അല്ലെങ്കിൽ കോളനി രാജ്യങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കി. അടുത്തിങ്ങനെ ഇവർ ചൂഷണം ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് നോക്കി. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. അടുത്തെന്താണ്, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാസ്റ്റ് ടു ദ കോൺഫ്ലിക്റ്റ് എമംഗ് ദ നേഷൻസ്. ഈ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ട കാരണത്തിനെ കുറിച്ച്, ഹൗ ഡിഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാസ്റ്റ് ദ കോൺഫ്ലിക്റ്റ് എമംഗ് ദ നേഷൻസ്, വ്യാവസായിക വിപ്ലവം എങ്ങനെ കാരണമായി എന്നാണ് നോക്കുന്നത്. ആസ് ദ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ യൂറോപ്പ് പ്രൊഡക്ഷൻ വാസ് ഇൻക്രീസ്ഡ് ഓൺ ദ ലാർജ് സ്കെയിൽ ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ് വെയർ നോട്ട് എനഫ് ടു സെൽ ദം. അപ്പം ഈ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം വിറ്റഴിക്കാനായിട്ട് എന്തില്ല, സ്ഥലമില്ല, അല്ലെങ്കിൽ വാങ്ങാനായിട്ട് ആരുമില്ല. ദിസ് ബ്രോഡ് ദ യൂറോപ്യൻ കൺട്രീസ് ത്രൂ ദ അതർ കോണ്ടിനെന്റ്സ് ഓഫ് ദ മാർക്കറ്റ്. ഇത് കാരണം അവരെന്ത് ചെയ്യാണ്, മറ്റു ഭൂഖണ്ഡങ്ങളുള്ള മാർക്കറ്റുകൾ തേടി ആര് പോയി, മുതലാളിമാർ പോവുകയാണ്. ദേ കോമ്പറ്റഡ് യൂറോപ്പ് ടു അനദർ കോണ്ടിനെന്റ് ഓൺ ഗെയിൻ മാർക്കറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കയ്യിൽ ആരുണ്ട്, ഞാൻ യൂറോപ്പിലുള്ള ഒരു രാജ്യത്തിൻ്റെ ഇതാണ്. അപ്പം എൻ്റെ രാജ്യത്തിലുള്ള എല്ലാവരും എവിടെ പോവുകയാണ്, ചൈന കീഴടക്കി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അപ്പം ചൈന മാത്രമല്ല, എനിക്ക് ഇന്ത്യയുടെ കീഴടക്കി കഴിഞ്ഞാൽ എന്തോ ചെയ്യും, എനിക്ക് കുറച്ചുകൂടെ ലാഭം കിട്ടുമെന്ന് തോന്നുകയാണ്. അപ്പം ഞാൻ എന്തോ ചെയ്യും, ഇന്ത്യയെ കൂടെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് തോന്നും. ഇങ്ങനെ ഓരോരോ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ചെയ്തു, കോളനി രാജ്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കാനായിട്ട് തുടങ്ങി. അപ്പം ദേ കോമ്പറ്റഡ് യൂറോപ്പ് ടു അതർ കോണ്ടിനെന്റ്സ് ഗെയിൻ ടു മാർക്കറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, ഇങ്ങനെ മത്സരങ്ങളുണ്ടാക്കി. ദിസ് കോമ്പറ്റീഷൻ ലീഡ് ടു ദ കോൺഫ്ലിക്ട്സ് എമംഗ് ദ നേഷൻസ്. ഇതെന്തോന്ന് ചെയ്യാണ്, ലീഡ് ടു ദ കോൺഫ്ലിക്റ്റ്, തമ്മിൽ എന്തോന്ന് ചെയ്യാൻ തുടങ്ങി, തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവാനായിട്ട് കാര്യം. കോമ്പറ്റീഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് എമംഗ് ദ ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് ഫോർ ദ കോളനീസ് ആൻഡ് മാർക്കറ്റ് ലീഡ് ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് വാർ. അപ്പം ഇങ്ങനെ പരസ്പരം കോമ്പറ്റീഷൻസും കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടായത് എന്തിനായിട്ട് കാരണമായി, ഒരു വലിയൊരു യുദ്ധം കടന്നു വരാനായിട്ട് കാരണമായി. അപ്പോൾ നമുക്കൊന്നുകൂടെ അത് നോക്കാം. ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസ് കോൺഫ്ലിക്റ്റ് അമംഗ് ദ നേഷൻസ്. അപ്പം വ്യാവസായിക വിപ്ലവം ഈ രാജ്യങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ എങ്ങനെ കാരണമായെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പം അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വളരെ കൂടിയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവരുടെ മാർക്കറ്റിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു, മറ്റൊരു കോണ്ടിനെന്റ് മറ്റ് ഭൂഖണ്ഡങ്ങളെ തേടി എന്ത് ചെയ്തു, ഇവർ പോവുകയാണ്. അങ്ങനെ യൂറോപ്യന്മാർ ഇങ്ങനെ ഈ മാർക്കറ്റുകൾ പിടിച്ചടക്കാനായിട്ട് വലിയ രീതിയിൽ മത്സരങ്ങളുണ്ടാക്കി. അങ്ങനെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, ഇവർ തമ്മിൽ നിരന്തരമായിട്ട് തമ്മിൽ യുദ്ധങ്ങളുണ്ടായി. ഈ ഇതെന്തോന്ന് ചെയ്തു, ഒരു വലിയ മഹായുദ്ധം ഉണ്ടാകുന്നതിനൊരു കാരണമായി. ഇനി നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ലോകത്തെ ഞെട്ടിയ 1914 നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചാണ്. അപ്പം അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നോട്ടും ഈ സ്ലൈഡിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഞാൻ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് അതിനെന്ത് ചെയ്യുക, നോട്ടിലെല്ലാവരും എഴുതി നല്ലവണ്ണം പഠിക്കുക. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ മാത്രം അത് സെപ്പറേറ്റ് ചെയ്ത് സ്ലൈഡ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെല്ലാം എന്ത് ചെയ്യുക, നോട്ടിൽ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം.